പേരാവൂർ മണ്ഡലം ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് സിറ്റിംഗ് MLA. അദ്ദേഹം അവിടെ വീണ്ടും ജനവിധി തേടുന്നു. KK ശൈലജ ടീച്ചറാണ് എതിർ സ്ഥാനാർത്ഥി. അതോടുകൂടിയാണ് പേരാവൂർ ശ്രദ്ധിക്കപ്പെട്ടത്. പേരാവൂരിൽ സണ്ണി ജോസഫിന് അത്ര എളുപ്പത്തിൽ ജയിച്ചു വരാൻ കഴിയുന്ന സീറ്റല്ല. സുരക്ഷിത മണ്ഡലമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച്. നല്ല മത്സരം കാഴ്ചവെക്കും KK ശൈലജ ടീച്ചർ എന്ന കാര്യത്തിൽ സംശയമില്ല. 2011 മത്സരിക്കുന്ന KK ശൈലജയല്ല 2026 മത്സരിക്കാൻ പേരാവൂരിലേക്ക് വന്നത് എന്ന കാര്യം മറക്കണ്ട. അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫിൻ്റെ നില പരിഗണിലായിട്ടുണ്ട്. അതോടൊപ്പം KPCC പ്രസിഡന്റായ സണ്ണി ജോസഫ് മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ കോൺഗ്രസിനകത്ത് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാം, സണ്ണി ജോസഫിനെ പകരം ഒരാൾക്ക് ചുമതല നൽകാം, അത് താൽക്കാലിക ചുമതലയായെങ്കിലും നൽകണം. ഇതായിരുന്നു കോൺഗ്രസിനകത്ത് നടന്ന ചർച്ച. ആരൊക്കെയാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടവർ? ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, ഷാഫി പറമ്പിൽ. ഇതിൽ ആര് എന്ന ചർച്ചകൾ അവസാനം ബെന്നി ബെഹനാനിൽ എത്തി നിൽക്കുമ്പോഴാണ് KPCC പ്രസിഡന്റായ സണ്ണി ജോസഫ് ഒരു കാര്യം കേന്ദ്ര നേതൃത്വത്തെ, ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്: ഞാൻ മാറില്ല. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഞാൻ മാറില്ല. കേരളത്തിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഞാൻ തന്നെ ഏകോപിപ്പിച്ചോളാം. ഇപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറേണ്ട കാര്യമില്ല എന്ന്. മാറിയാൽ വീണ്ടും ആ കസേരയിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന് സണ്ണി ജോസഫിന് മനസ്സിലായിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിന് വലിയ സ്വപ്നങ്ങളുണ്ട്. ഒന്നാമത്തെ സ്വപ്നം, KPCC പ്രസിഡന്റാണല്ലോ, മുതിർന്ന നേതാവാണല്ലോ, UDF അധികാരത്തിൽ വന്നാൽ മന്ത്രി കസേരയിലേക്ക് ഒരു ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, UDF ജയിച്ചില്ലെങ്കിൽ, പേരാവൂരിൽ ജയിച്ചാൽ MLA സ്ഥാനവും KPCC പ്രസിഡന്റ് സ്ഥാനവും തുടരാം. കേവലം ഒരു MLA ആയി ഇരിക്കേണ്ട കാര്യമില്ല, KPCC പ്രസിഡന്റ് എന്ന പദവി തുടരാം. മൂന്നാമത്തെ കാര്യം, പേരാവൂരിൽ പരാജയപ്പെട്ടാൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാം, ആ പദവിയിൽ തുടരാം. മോശമല്ലാത്ത പദവിയാണല്ലോ, മുന്നോട്ട് കൊണ്ടുപോകാം. ഇതാണ് സണ്ണി ജോസഫിൻ്റെ മനസ്സിലിരിപ്പ്. എന്നാൽ കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നത് സണ്ണി ജോസഫിനെ മാറ്റി പകരം ഒരാളെ അവിടെ കൊണ്ടുവരിക എന്ന്. എങ്ങനെയാണോ K സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത്, അതേ രീതി പിന്തുടരുക എന്നതാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. ആരാണ് പിറകിൽ എന്ന് സണ്ണി ജോസഫിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സണ്ണി ജോസഫ് അറിയിച്ചിരിക്കുന്നത് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറില്ല എന്ന്. മറ്റൊരു കാര്യവും കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പേരാവൂർ അത്ര സുരക്ഷിത മണ്ഡലമല്ല KPCC പ്രസിഡന്റിനെ സംബന്ധിച്ച്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ചെറിയ മാർജിനിലാണ്, ചെറിയ ഭൂരിപക്ഷത്തിനാണ് സണ്ണി ജോസഫ് ജയിച്ചു വന്നത്. 2021 സണ്ണി ജോസഫിന്റെ ഭൂരിപക്ഷം കേവലം 3172 വോട്ടാണ്. 3172 വോട്ട്. എതിർ സ്ഥാനാർത്ഥി സക്കീർ ഹുസൈനായിരുന്നു. സക്കീർ ഹുസൈന് 63,000 വോട്ട് ലഭിച്ചപ്പോൾ സണ്ണി ജോസഫിന് ലഭിച്ചത് 66,000 വോട്ടാണ്. ഭൂരിപക്ഷം 3172. ഇനിയിപ്പോൾ 2016 ഇലക്ഷൻ റിസൾട്ട് നോക്കാം. സണ്ണി ജോസഫിന് ലഭിച്ചത് 65,000 വോട്ട്, കൃത്യം പറഞ്ഞാൽ 67,659 വോട്ട്. ബിനോയ് കുര്യന് LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 57,670 വോട്ട്, ഭൂരിപക്ഷം 7,989. അതിനു മുമ്പ് 2011 സണ്ണി ജോസഫിനെ നേരിട്ടത് KK ശൈലജ ടീച്ചർ തന്നെയായിരുന്നു. അന്ന് നേടിയ ഭൂരിപക്ഷം 3,440. എന്ന് വെച്ചാൽ ഒരു 3,000-നും 5,000-നും താഴെയാണ് സണ്ണി ജോസഫിന്റെ ശരാശരി ഭൂരിപക്ഷം. അത് വലിയ ഭൂരിപക്ഷമൊന്നുമല്ല. ഉറപ്പായും KK ശൈലജ ടീച്ചർക്ക് അത് മറികടക്കാൻ കഴിയും. കാരണം 2011 പേരാവൂരിൽ മത്സരിച്ച KK ശൈലജയല്ല 2026 പേരാവൂരിൽ മത്സരിക്കുന്നത്. കേരളം അറിയപ്പെടുന്ന നേതാവാണ്. കേരളത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ നെറുകയിലേക്ക് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ നടന്നു കയറിയ നേതാവാണ് KK ശൈലജ ടീച്ചർ. അതുകൊണ്ട് നേരത്തെ മത്സരിച്ച KK ശൈലജ ടീച്ചറല്ല ഇപ്പോൾ മത്സരിക്കുന്നത് എന്ന് നന്നായി അറിയാവുന്ന ആൾ പേരാവൂരിലെ MLA ആയ സണ്ണി ജോസഫിന് തന്നെയാണ്. പേരാവൂരിൻ്റെ പൾസ്, ജനങ്ങളുടെ മനസ്സ് നന്നായി മനസ്സിലാക്കാൻ കഴിയും സണ്ണി ജോസഫിന്. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായിട്ടുണ്ട്. പേരാവൂരിൽ കാര്യം അത്ര എളുപ്പമല്ല. അതുകൊണ്ട് KPCC പ്രസിഡന്റ് സ്ഥാനവും കൈവിട്ട് കളയേണ്ട. ഇവിടെ തോറ്റാലും അതുണ്ടല്ലോ, അത് വെച്ച് മുന്നോട്ട് പോകാം. അതുകൊണ്ടാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറില്ല,
എന്ന നിലപാട് സണ്ണി ജോസഫ് സ്വീകരിച്ചിരിക്കുന്നത്. അക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല ഹൈക്കമാൻഡ്. ഇലക്ഷൻ മുമ്പിൽ വന്ന് നിൽക്കുന്നു, വോട്ടെടുപ്പ് മുമ്പിൽ വന്ന് നിൽക്കുന്നു. അതുകൊണ്ട് ഈ സമയത്ത് KPCC പ്രസിഡന്റിനെ മാറ്റുന്നത് ആകെ ഒരു പൊട്ടിത്തെറിയിലേക്ക്, കോൺഗ്രസിനകത്ത് ഒരു അന്തചിത്രത്തിലേക്ക് പോകുമോ എന്ന ഭയവുമുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് സണ്ണി ജോസഫിന്റെ ആവശ്യം അംഗീകരിച്ചിരിക്കുകയാണ് ഹൈക്കമാൻഡ് എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വാർത്ത.